അങ്ങനെ ചേച്ചിയും ചേട്ടനും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി നമ്മുടെ കൂടെ പോന്നു. ചേട്ടൻ ലേറ്റ് ആയിട്ടാണ് ഇവർ സ്കൂട്ടിയിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റ് ആവുമെന്ന് വെച്ചാൽ വല്ലാണ്ട് ലേറ്റ് ആവുന്നില്ല. ഷിവു വരണേക്കാളും കുറച്ച് മുമ്പ് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ പുതിയ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. നമ്മുടെ തൃശ്ശിവ ക്ലോത്ത് സ്റ്റോറിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷിവുവിനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ചേച്ചിയും ചേട്ടൻ്റെ അവിടെ പോയിട്ട് ഷിവു എത്തണേക്കാളും ഞങ്ങൾക്ക് എത്തണം. അപ്പോൾ കുറച്ച് മുമ്പേ എത്തി. വീട്ടിലെത്തി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വഴിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഷിവു ID കാർഡൊക്കെ കാണിച്ചു കൊടുത്തു ചേച്ചിക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പാടത്തേക്കൊക്കെ ഇറങ്ങി. പിന്നെ ചായയൊക്കെ കുടിക്കാൻ പോയിട്ട് ചായ ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പാടത്തേക്ക് പോയി. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞതുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ വീണ്ടും മഴ കൂടിയല്ലോ. അപ്പോൾ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അങ്ങോട്ട് വരാൻ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ചായയൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിലെത്തി വലിയച്ഛനും വലിയമ്മയും കൂടി കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നത് ഭയങ്കര വിറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. ചാളക്കറി വെക്കുകയാണ്. ഞാനാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇളക്കാനായിട്ടാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സാമ്പാറും മീൻ വറുത്തതും മീനും അച്ചാറും ഈ വക ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു.